നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ് പാസ്സായവർക്ക് തീർച്ചയായും അറിയേണ്ട ഒരു മികച്ച ജോലി അവസരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നാഷണൽ ഹെൽത്ത് മിഷൻ, അതായത് NHM തിരുവനന്തപുരം ജില്ലാ ഓഫീസിന് കീഴിൽ ഹോസ്പിറ്റൽ അറ്റൻഡർ, ജനറൽ ഡ്യൂട്ടി അറ്റൻഡർ, സാനിറ്ററി അറ്റൻഡർ ഉൾപ്പെടെയുള്ള സപ്പോർട്ട് സ്റ്റാഫ് തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ആരൊക്കെയാണ് അപേക്ഷിക്കാൻ അർഹർ, എങ്ങനെ അപേക്ഷ നൽകാം, അവസാന തീയതി എപ്പോഴാണ്, അഭിമുഖത്തിന് എന്തെല്ലാം രേഖകൾ കൊണ്ടുപോകണം, കൂടാതെ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന പ്രധാന കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യം തന്നെ ഒരു പ്രധാന കാര്യം പറയാം. ഈ റിക്രൂട്ട്മെന്റിന് എഴുത്തു പരീക്ഷയില്ല. അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് 8ാം ക്ലാസ് പാസ്സായിട്ടുള്ള നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വളരെ നല്ല അവസരമാണ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് എത്തുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസേന കേരള സർക്കാർ, കേന്ദ്ര സർക്കാർ, PSC ഇല്ലാത്ത നിയമനങ്ങൾ, പരീക്ഷയില്ലാത്ത റിക്രൂട്ട്മെന്റുകൾ, സ്വകാര്യ മേഖലയിലെ മികച്ച ജോലി അവസരങ്ങൾ എന്നിവ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. ഇനി ഇന്നത്തെ റിക്രൂട്ട്മെന്റിലേക്ക് കടക്കാം. ഈ നിയമനം നടത്തുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ തിരുവനന്തപുരം ജില്ലാ ഓഫീസാണ്. ജില്ലയിലെ വിവിധ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്കാണ് നിയമനം. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായാണ് ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അറിയിപ്പിൽ നൽകിയിരിക്കുന്ന തസ്തികകൾ ജനറൽ ഡ്യൂട്ടി അറ്റൻഡർ, ഹോസ്പിറ്റൽ അറ്റൻഡർ, സാനിറ്ററി അറ്റൻഡർ, മറ്റ് സപ്പോർട്ട് സ്റ്റാഫ് എന്നിവയാണ്. ആശുപത്രിയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുക, രോഗികളെ സഹായിക്കുക, വാർഡുകളിലെ പൊതുപ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുക, ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളാണ് ഈ ജോലിയുടെ ഭാഗമാകാൻ സാധ്യത. ഇനി ഒഴിവുകളുടെ എണ്ണത്തെക്കുറിച്ച് നോക്കാം. നിലവിൽ ആകെ 10 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചിലർ 10 ഒഴിവുകൾ മാത്രമാണെന്ന് കരുതി അപേക്ഷിക്കാതെ ഇരിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യരുത്. യോഗ്യതയുള്ളവർ അപേക്ഷിച്ചാൽ മാത്രമേ അവസരം ലഭിക്കൂ. പ്രത്യേകിച്ച് ദിവസവേതന നിയമനങ്ങളിൽ ഭാവിയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ഇനി ഈ ജോലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത വെറും 8ാം ക്ലാസ് മതി. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമല്ല. അതുകൊണ്ട് 10ാം ക്ലാസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവർക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയും. ഈ വീഡിയോ കാണുന്നവരിൽ ജോലി അന്വേഷിക്കുന്ന 8ാം ക്ലാസ് പാസ്സായ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കും ഷെയർ ചെയ്യുക. ഒരാളെങ്കിലും ഈ വിവരം വഴി ജോലി നേടാൻ കഴിഞ്ഞാൽ അതാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ വിജയം. ഇനി ഈ റിക്രൂട്ട്മെന്റിന്റെ പ്രായപരിധിയെക്കുറിച്ച് നോക്കാം. അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 2026 ജൂലൈ 1-ാം തീയതി കണക്ക് പ്രകാരം 40 വയസ്സ് കവിയാൻ പാടില്ല. അതിനാൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജനനത്തീയതിയും പ്രായവും ഒരിക്കൽ കൂടി പരിശോധിക്കുക. ചെറിയ അശ്രദ്ധ പോലും അപേക്ഷയുടെ സാധ്യതയെ ബാധിച്ചേക്കാം. ഇനി പലർക്കും അറിയാൻ താല്പര്യമുള്ള കാര്യമാണ് വേതനം. ഈ നിയമനം സ്ഥിര നിയമനം അല്ല. ഇത് താൽക്കാലിക ദിവസവേതന അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. ഔദ്യോഗിക അറിയിപ്പിൽ നൽകിയിരിക്കുന്നത് പ്രകാരം പ്രതിദിനം 450 രൂപയാണ് വേതനം. ജോലി ചെയ്യുന്ന ദിവസങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വേതനം ലഭിക്കുക. അതിനാൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഈ വ്യവസ്ഥ മനസ്സിലാക്കി തീരുമാനമെടുക്കുക. ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം. അവസാന നിമിഷം വരെ കാത്തിരിക്കരുത്. അവസാന ദിവസം ഇന്റർനെറ്റ് പ്രശ്നമോ സർവർ തിരക്കോ ഉണ്ടായാൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര നേരത്തെ അപേക്ഷിക്കുക. ഇനി അപേക്ഷ എങ്ങനെ സമർപ്പിക്കാമെന്ന് നോക്കാം. NHM കേരളത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര്, ജനനത്തീയതി, മൊബൈൽ നമ്പർ, വിദ്യാഭ്യാസ വിവരങ്ങൾ എന്നിവ കൃത്യമായി നൽകണം. തെറ്റായ വിവരങ്ങൾ നൽകുന്നത് പിന്നീട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സൗകര്യത്തിനായി ഔദ്യോഗിക വിജ്ഞാപനവും അപേക്ഷാ ലിങ്കും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനിച്ച ഉടൻ അവിടെ നിന്ന് നേരിട്ട് പരിശോധിക്കാം. മറ്റ് വെബ്സൈറ്റുകളെ ആശ്രയിക്കാതെ കഴിയുന്നത്ര ഔദ്യോഗിക ലിങ്ക് തന്നെയാണ് ഉപയോഗിക്കാൻ ശ്രമിക്കേണ്ടത്. ഇനി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പറയാം. ഫോം പൂരിപ്പിച്ചതിന് ശേഷം എല്ലാ വിവരങ്ങളും വീണ്ടും പരിശോധിക്കുക. മൊബൈൽ നമ്പർ തെറ്റാണെങ്കിൽ പിന്നീട് നിങ്ങളെ ബന്ധപ്പെടാൻ കഴിയില്ല. ജനനത്തീയതി തെറ്റായി നൽകിയാൽ
യോഗ്യതാ പരിശോധനയിൽ പ്രശ്നമുണ്ടാകും. അതിനാൽ ഓരോ വിവരവും കൃത്യമായി നൽകുക. ഇനി ഒരു പ്രത്യേകം ഓർമ്മിക്കുക, പലരും അപേക്ഷ സമർപ്പിച്ചാൽ ജോലി ഉറപ്പാണെന്ന് കരുതാറുണ്ട്. എന്നാൽ ഈ റിക്രൂട്ട്മെൻറ്റിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അപേക്ഷ നൽകിയ ശേഷം അഭിമുഖത്തിനും തയ്യാറാകണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരാം. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം എന്താണ് നടക്കുന്നത്? അഭിമുഖം എപ്പോഴാണ്, എവിടെയാണ്, എന്തെല്ലാം രേഖകൾ കൊണ്ടുപോകണം, തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? ഈ കാര്യങ്ങളാണ് ഇനി വിശദമായി നോക്കുന്നത്. ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം അഭിമുഖം നടക്കുന്നത് 2026 ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച രാവിലെ 9 മണിക്കാണ്. അതുകൊണ്ട് അഭിമുഖമുള്ള ദിവസം കൃത്യസമയത്ത് എത്താൻ ശ്രദ്ധിക്കണം. അവസാന നിമിഷത്തിൽ എത്താൻ ശ്രമിക്കുന്നത് ഒഴിവാക്കുക. സാധ്യമെങ്കിൽ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നേരത്തെ എത്തുന്നതാണ് നല്ലത്. അഭിമുഖ വേദി DPM ഓഫീസ്, വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ കോമ്പൗണ്ട്, തൈക്കാട്, തിരുവനന്തപുരം എന്നാണ്. ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. സ്ഥലത്തെക്കുറിച്ച് പരിചയമില്ലെങ്കിൽ മുൻ ദിവസം തന്നെ ലൊക്കേഷൻ പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി അഭിമുഖത്തിന് കൊണ്ടുപോകേണ്ട രേഖകൾ നോക്കാം. ഒന്നാമതായി ഒരു പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കരുതണം. രണ്ടാമതായി പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും കൈവശം വേണം. മൂന്നാമതായി 8ാം ക്ലാസ് പാസ്സായതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും കൊണ്ടുപോകണം. സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നത് ഓരോ ഫോട്ടോ കോപ്പിയിലും നിങ്ങളുടെ ഒപ്പിട്ട് അത് നിങ്ങളുടെ രേഖയുടെ പകർപ്പാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അസൽ രേഖകളും പകർപ്പുകളും ഒരുമിച്ച് ഫയൽ ക്രമമായി സൂക്ഷിച്ചാൽ പരിശോധന എളുപ്പമാകും. അഭിമുഖത്തിന് പോകുമ്പോൾ വൃത്തിയുള്ള വസ്ത്രധാരണവും സമയപാലനവും നല്ല പെരുമാറ്റവും ശ്രദ്ധിക്കുക. ഇത് ഒരു സർക്കാർ ആരോഗ്യ മേഖലയിലെ നിയമമായതിനാൽ ഉദ്യോഗാർത്ഥിയുടെ സമീപനവും ഉത്തരവാദിത്വബോധവും വിലയിരുത്താൻ സാധ്യതയുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം ഉദ്യോഗാർത്ഥിയുടെ യോഗ്യതയും അഭിമുഖത്തിലെ പ്രകടനവും അടിസ്ഥാനമാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ്. അതായത് അപേക്ഷ നൽകിയ എല്ലാവർക്കും നിയമനം ലഭിക്കണമെന്ന് അർത്ഥമില്ല. അഭിമുഖത്തിൽ നിങ്ങളുടെ ആശയവിനിമയം, ജോലി ചെയ്യാനുള്ള താൽപ്പര്യം, ആവശ്യമായ അടിസ്ഥാന യോഗ്യത എന്നിവ വിലയിരുത്തിയ ശേഷമാണ് അന്തിമ തീരുമാനം എടുക്കുക. അതിനാൽ അഭിമുഖത്തിന് പോകുമ്പോൾ ആത്മവിശ്വാസത്തോടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക. നിങ്ങളുടെ രേഖകളെക്കുറിച്ചും വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചും ചോദിക്കാവുന്ന ലളിതമായ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ തയ്യാറാവുക. ഇനി ഈ നിയമന വ്യവസ്ഥയെക്കുറിച്ച് അറിയാം. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും ആരോഗ്യ സ്ഥാപനത്തിലേക്ക് നിയമിക്കാം. അതായത് ഒരു പ്രത്യേക ആശുപത്രിയിലേക്ക് മാത്രമല്ല നിയമനം. ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യാനുസരണം നിയമനം ലഭിക്കാം. മറ്റൊരു പ്രധാന കാര്യം, അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിനായി യാത്രാബത്തയോ ദിവസ ബത്തയോ DA അനുവദിക്കില്ല. അതിനാൽ യാത്രാ ചെലവും മറ്റ് ചെലവുകളും ഉദ്യോഗാർത്ഥി തന്നെ വഹിക്കേണ്ടതാണ്. കൂടാതെ ഈ നിയമനം താൽക്കാലിക ദിവസ വേതന അടിസ്ഥാനത്തിലുള്ളതാണ്. അതിനാൽ ഇതിനെ സ്ഥിര സർക്കാർ നിയമമായി കണക്കാക്കാൻ കഴിയില്ല. ഈ നിയമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സ്ഥിര നിയമനത്തിന് അവകാശവാദം ഉന്നയിക്കാനാകില്ല. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഈ വ്യവസ്ഥ വ്യക്തമായി മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ അവസരം സ്വീകരിക്കണമോ എന്നത് നിങ്ങളുടെ വ്യക്തിപരമായ സാഹചര്യവും തൊഴിൽ ലക്ഷ്യവും പരിഗണിച്ചാണ് തീരുമാനിക്കേണ്ടത്. ഇനി ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് അപേക്ഷിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നിർബന്ധമായും ഓർമ്മിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ കൂടി നോക്കാം. ഒന്നാമതായി, ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത 8ാം ക്ലാസ് പാസ്സാണ്. അതിനാൽ യോഗ്യതയുള്ളവർ ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. രണ്ടാമതായി, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഓഗസ്റ്റ് 6 വൈകിട്ട് 5 മണി എന്നത് പ്രത്യേകം ഓർമ്മിക്കുക. അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ കഴിയുന്നത്ര നേരത്തെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. മൂന്നാമതായി, അപേക്ഷ സമർപ്പിക്കുന്നത് NHM കേരളത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം വഴിയാണ്. മറ്റ് അനൗദ്യോഗിക ലിങ്കുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. നാലാമതായി, അഭിമുഖം നടക്കുന്നത് 2026 ഓഗസ്റ്റ് 10 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം തൈക്കാട് DPM ഓഫീസ്, വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലാണ്. അതിനാൽ കൃത്യസമയത്തെത്താനും ആവശ്യമായ എല്ലാ രേഖകളും കൈവശം കരുതാനും മറക്കരുത്. അഞ്ചാമതായി, അഭിമുഖത്തിന് പോകുമ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പ്രായം തെളിയിക്കുന്ന രേഖയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റിൻ്റെ അസലും പകർപ്പും നിർബന്ധമായി കൊണ്ടുപോവുക. ഇനി ഒരു പ്രധാന കാര്യം കൂടി, ഈ നിയമനം താൽക്കാലിക ദിവസവേതന അടിസ്ഥാനത്തിലുള്ളതാണ്. അതിനാൽ ഇത് സ്ഥിര സർക്കാർ നിയമനമല്ല. ഈ വിവരം മനസ്സിലാക്കിയ ശേഷമാണ് അപേക്ഷ നൽകേണ്ടത്.
സുഹൃത്തുക്കളെ, സർക്കാർ ജോലി നേടാനുള്ള ഓരോ അവസരവും വിലപ്പെട്ടതാണ്. ചിലപ്പോൾ ചെറിയൊരു അവസരമായിരിക്കും പിന്നീട് വലിയ അനുഭവത്തിനും പുതിയ തൊഴിൽ സാധ്യതകൾക്കും വഴിയൊരുക്കുന്നത്. അതുകൊണ്ട് യോഗ്യതയുള്ളവർ ഈ അവസരം ഗൗരവമായി പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഔദ്യോഗിക വിജ്ഞാപനവും അപേക്ഷാ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട ശേഷം അത് തുറന്ന് മുഴുവൻ വിജ്ഞാപനവും വായിച്ച ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. ഔദ്യോഗിക അറിയിപ്പാണ് എപ്പോഴും അന്തിമമായി പരിഗണിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും, പ്രത്യേകിച്ച് 8ാം ക്ലാസ് പാസ്സായി ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒരാൾക്കെങ്കിലും ഈ വിവരം ഉപകാരപ്പെടാൻ അത് സഹായിക്കും. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കനും അമർത്തുക. അങ്ങനെ ചെയ്താൽ കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഏറ്റവും പുതിയ ജോലി വാർത്തകൾ, പരീക്ഷയില്ലാത്ത റിക്രൂട്ട്മെൻറ്റുകൾ, ദിവസവേതന നിയമനങ്ങൾ, കരാർ നിയമനങ്ങൾ, സ്വകാര്യ മേഖലയിലെ മികച്ച ഒഴിവുകൾ എന്നിവ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഈ ജോലിയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അറിയാവുന്ന പരിധിയിൽ ഞാൻ മറുപടി നൽകാൻ ശ്രമിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത മികച്ച തൊഴിൽ വാർത്തയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.